ഉണ്ണി പയ്യന്നൂരെത്താനായ? ആ പോയി ചേട്ടാ, ഒരു 5 മിനിറ്റ് കൊണ്ട് പയ്യന്നൂരെത്തും. ഉണ്ണി ആ പയ്യന്നൂർ ടൗണിലെത്തുന്നതിന് മുമ്പ് റൈറ്റ് സൈഡ് ഒരു സാംസങ്ങിന്റെ കടയുണ്ട്, അവിടെ ഒന്ന് നിർത്തണേ. ബൈജോട്ടന് സാംസങ്ങിന്റെ തന്നെ 2 ഫോണില്ലേ? ഇനി ആദ്യം ഒരു ഫോൺ മേടിക്കണം ബൈജോട്ടാ. മൊബൈൽ വാങ്ങണല്ലോ ഉണ്ണി, ഞാൻ ആടുന്നത് ഒരു ചാർജർ വാങ്ങിനെ. അപ്പോൾ അതിൻ്റെ പാക്കും മറ്റേ ബില്ലും കാര്യമെല്ലാം എടുത്ത് തന്നെ ഉണ്ട്. അപ്പോൾ അവർ 6 മാസം ഗ്യാരണ്ടിയാണ് പറഞ്ഞത്. ഇപ്പം 4 മാസമേ ആയുള്ളൂ. അപ്പോൾ പയ്യന്നൂരിൽ എപ്പം പോകുന്നില്ലേ, ഇപ്പം ഏതായാലും യാദൃശ്ചികമായി നമ്മളവിടെ എത്തിപ്പെട്ടല്ലേ, കൊടുത്തു നോക്കാം, മാറ്റിക്കിട്ടോ നോക്കാം. ഗ്യാരണ്ടി ഉള്ളിയല്ലേ ബൈജോട്ടാ? അപ്പോൾ അവർ കയ്യോടെ തന്നെ മാറ്റി തരൂലേ? ആ കംപ്ലൈൻറ്റ് വരുമ്പോൾ മാറ്റി തരാൻ വേണ്ടി ആണല്ലോ നമ്മൾ ഈ ഗ്യാരണ്ടി ഉള്ള നല്ല കമ്പനീൻ്റെ സാധനത്തിന് എടുക്കുന്നത്. ഏതായാലും ഒന്ന് കൊടുത്തു നോക്കാം. സ്ഥലം എത്താനായിരുന്നില്ല, നീ കുറച്ച് മുമ്പോട്ടെ ഒരു 1/2 കിലോമീറ്റർ അപ്പുറം കഴിഞ്ഞ് അവിടെ റൈറ്റ് സൈഡാണ് ഷോപ്പ് വരിക, അവിടെ മെല്ലെ അടുപ്പിച്ചാൽ മതി. ആ ശരി ബൈജോട്ടാ. ഉണ്ണി അതാണ് ഷോപ്പ്. നീ എവിടെയാ? ബ്രേക്കോട്ട് സൈഡിലേക്ക് ഞാൻ പോയിക്കോളൂ. ഞാൻ നല്ല ഉണ്ണി ഇത് മാറ്റിയിട്ട് വരാം. ഈ ബില്ലും ഈ ബോക്സ് നിർബന്ധമാവില്ല. എന്തോ ഭാഗ്യം വണ്ടി തന്നെ ഇട്ടുകൊണ്ട് അവിടെ തന്നെ ഉണ്ട്. ഓക്കെ ബെസ്റ്റ്. ദൂരം പഠിക്കുന്ന ഒരു സാധനം വാങ്ങാൻ പാടില്ല. അതെന്നാ ബൈജോട്ടാ അവർ മാറ്റി തന്നിട്ടില്ല? ഞാൻ മാറ്റി തരുന്ന വെച്ചിട്ടേ പോയേ, ഇതാടെ വെക്കണം പോലും. എന്നിട്ടോ ഒരാഴ്ച എൻ്റെ പോലെ ഇത് കിട്ടുക. ഞാനിനി കണ്ണൂരിൽ നിന്ന് ആദ്യം പയ്യന്നൂർ വരെ പോകണം. നമ്മൾ വാങ്ങിയെടുക്കുക തന്നെയല്ലേ തിരിച്ചു കൊടുക്കുന്നത്? അപ്പോൾ അവർ സ്പോട്ടിൽ മാറ്റി തരണ്ടല്ലേ? വാങ്ങിയെടുക്ക തിരിച്ചു കൊടുത്താൽ സ്പോട്ടിൽ മാറ്റി തരുന്ന ഞാനും വിചാരിച്ചേ. പക്ഷേ ഇതിങ്ങനെയാന്ന് പോലും സംഭവം. ഒരാഴ്ച കഴിഞ്ഞാലേ കിട്ടുള്ളൂ. പിന്നെ കുറച്ചുകൂടി നേരത്തെ കിട്ടണമെങ്കിൽ സർവീസ് സെൻ്ററിൽ പോയിട്ട് കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ കംപ്ലൈൻറ്റ് എന്താണെന്ന് പറഞ്ഞു തരുന്ന പറഞ്ഞത്. ഇനി മാറ്റി തരുന്ന ഉറപ്പൊന്നുമില്ല. ഇതെന്ത് കച്ചവടമാണെന്ന് ചോദിച്ചോട്ടാ? നമ്മളെ ജ്വല്ലറിയിൽ നിന്ന് സ്വർണം വാങ്ങിയിട്ട് ഒരാഴ്ച കൊണ്ട് കംപ്ലൈൻറ്റ് വന്നാൽ നമ്മളത് സ്പോട്ടിൽ തന്നെ മാറ്റി കൊടുക്കുന്നില്ല ചോദിച്ചോട്ടാ. ഇവരെ സർവീസ് ഇങ്ങനെയാണെങ്കിൽ ഇവരുടെ അടുത്ത് ഇനി ആരാ സാധനം വാങ്ങുക ചോദിച്ചോട്ടാ? കച്ചവടം പൂട്ടിപ്പോലേ? ഉണ്ണി നമ്മൾ സ്വർണ്ണല്ലടാ, ഇത് ഇലക്ട്രോണിക്സ് സാധനമല്ലേ. അപ്പോൾ അതിന് അതിൻ്റെതായ രീതികളുണ്ടാവില്ലേ? ഒരു രീതിയില്ല ചോദിച്ചോട്ടാ. നമ്മൾ ആടുന്ന് മേടിച്ച സാധനം കംപ്ലൈൻറ്റ് ആയതുകൊണ്ട് നമ്മൾ അവിടെ തന്നെ തിരിച്ചു കൊടുക്കുന്നു. അപ്പോൾ അവരെന്നാ വേണ്ടേ, കംപ്ലൈൻ്റ് ആയ ഈ സാധനം മേടിച്ച് വെച്ചിട്ട് പുതിയ സാധനം നിങ്ങൾക്ക് തരുവാ വേണ്ടേ? അതിനുശേഷം വാറണ്ടിയില്ല ഈ സാധനം അവരാണ് സർവീസ് സെൻ്ററിൽ കൊടുക്കണ്ടേ. അവർക്കിത് 2-3 ദിവസം കൊണ്ട് തിരിച്ചു കിട്ടും. ഇതവർ മെനക്കെടാൻ മടിച്ചിട്ട് നമ്മളെ പറഞ്ഞിട്ട് ഒഴിവാക്കിയാൽ വെച്ചോട്ടാ. നീ പറഞ്ഞൊരു കാര്യമുണ്ട് തോന്നല്ലോ ഉണ്ണി. കാരണം വാറണ്ടി ഇല്ലേ, അവർക്ക് അവിടെ വാങ്ങി വെക്കാം, എന്നിട്ട് സർവീസ് സെൻ്ററിൽ കൊടുത്തിട്ട് പിന്നെ മാറ്റിങ് അവർക്ക് തന്നെ എടുത്ത് വെച്ചിട്ട് അവർക്ക് ശരിക്കും നമുക്ക് പുതിയ സാധനം തരായിരുന്നു അല്ലേ? അതന്നെ വെച്ചോട്ടെ ഞാൻ പറയുന്നത്. നമ്മൾ പറഞ്ഞ് ഒഴിവാക്കിയതാ അവര്. പക്ഷെ ഇങ്ങനെയൊക്കെ കച്ചവടം ചെയ്താൽ വിജയിക്കുക ഉണ്ണി. അനക്ക് തോന്നുന്ന ആടെ നല്ല തിരക്കുണ്ട്. ഇങ്ങനെ കച്ചവടം ചെയ്താൽ ഒരു ഷോപ്പ് അധികാലം പോകുന്നില്ല. ചിലപ്പോൾ ഉണ്ണി അവർ പറഞ്ഞാലായിരിക്കും കാര്യം. ചിലപ്പോൾ അവർക്ക് അതിൻ്റെതായ റൂൾസ് ഉണ്ടാവും. നമ്മളെന്താടാ അധികം വളഞ്ഞു ചിന്തിക്കുന്നത്? നമുക്കിതല്ലേ സർവീസ് സെൻ്റർ കൊടുത്തിട്ട് ആടുന്ന് മരേണ്ട പരിപാടിയൊക്കെ. വെറുതെ അറിയാത്ത കാര്യത്തിനെ പറ്റി നീ അധികം വർത്താനം പറയണ്ട. നീ വണ്ടി വിട്ടേട്ടെ. ഓ അപ്പോൾ അവർ നല്ലവർ, ഞാൻ മോശക്കാരെ. ബൈജോട്ടനോട് വർത്താനം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഉണ്ണി എടാ നീ പണങ്ങല്ലടാ ഉണ്ണി. കഴിഞ്ഞത് കഴിഞ്ഞ് നമ്മളിനി അതിൻ്റെ ബാക്കിൽ തന്നെ പോയിട്ട് കാര്യമില്ലല്ലോ. നമുക്കിതിന് ഒരുപാട് ഓപ്ഷൻസ് ഇല്ലേ, നമുക്ക് ആ വഴി നോക്കാം. എന്തിനാണ് കഴിഞ്ഞതിനെ പറ്റി ചിന്തിച്ച് വെറുതെ മനസ്സും ഉണ്ടാക്കുന്നത്? നീ വണ്ടി വിട്ടട്ടെ. ഉണ്ണി ദേശായിട്ടാ എന്നോടുള്ള സ്നേഹം കൊണ്ടാന്നേ. എനിക്ക് തോന്നുന്നു ഉണ്ണി പറഞ്ഞത് ശരിയാണേ. ശരിക്കും നമ്മൾ തിരിച്ചു പോയിട്ട് സംസാരിക്കാൻ വേണ്ടേ. പക്ഷെ സംസാരിക്കുന്ന സമയത്ത് അവരത് നിഷേധിച്ച് മാറ്റി തരുന്നില്ലെങ്കിലല്ല ഉണ്ണി എന്തായാലും ചൂടാവും. പിന്നെ അവിടെ ഒരു സീനാവും. എൻ്റെ സമാധാനം പോവും ചെയ്യും, ഉണ്ണീൻ്റെ സമാധാനം പോവും, ആ കച്ചവടക്കാരൻ്റെ സമാധാനവും പോവും. അപ്പോൾ എന്തിന് വെറുതെ പൊല്ലാപ്പ്? കണ്ണൂർ ഒരു സർവീസ് സെൻ്റർ ഉണ്ട്. മിക്കവാറും നമ്മളെ സ്റ്റാഫ് എല്ലാ ദിവസവും കണ്ണൂർ പോകുന്നുണ്ട്. ആ സമയത്ത് കൊടുത്തയച്ചാൽ അവിടുന്ന് മാറ്റി തരട്ട്, റിപ്പയർ ആയിട്ട് ഒരു പ്രശ്നമില്ല. എൻ്റെ അടുക്ക് വേറെയും ചാർജറുണ്ട്, ഞാൻ അതിനെക്കൊണ്ട് ഒപ്പിച്ചോളൂ. എന്തായാലും ഉണ്ണി എന്നോട് നല്ല കലിപ്പിലാട്ടാ. അധിക സമയം ഉണ്ടാവില്ല. ഇവിടെ നാട്ടിലെത്തുമ്പോഴത്തേക്ക് ഓൻ്റെ ദേശമെല്ലാം തീരും. നമ്മളെ സ്റ്റാഫിന് എൻ്റെ പ്രശ്നത്തിൽ ഇടപെട്ടിട്ട് വല്ല ആപത്തും വന്നിട്ടില്ല. അവരെ വീട്ടുകാരെക്കാട്ടി എല്ലാവരെക്കാട്ടിയും ടെൻഷൻ ചിലപ്പോൾ അനക്കായിരിക്കും. അതുകൊണ്ട് ഒന്നിനും നിൽക്കാണ്ട് ഞാനിതാ ഉണ്ണിനെയും കൂട്ടി പോകുന്നു കേട്ടാ.